അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കാൻ അവസരം തന്ന ഈശ്വനാഥനും കൃപാസനമ്മയ്ക്ക് 1000 കോടി നന്ദി. എൻ്റെ പേര് ജോൺസൺ ജോസഫ്. ഞാൻ ഡൽഹിയിൽ നിന്ന് വരികയാണ്. ഡൽഹിയിൽ ഞങ്ങൾ ഇൻഫാൻറ്റ് ജീസസ് ഫൊറോന പള്ളി ഫരീദാബാദ് രൂപത അംഗങ്ങളാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം പലരെ പോലെ എനിക്കും ജോലി മേഖലയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൃപാസനത്തെ പറ്റി ഞാൻ വളരെ വിരളമായിട്ട് കേട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചുണ്ടാകുമ്പോൾ വെയിറ്റ് കുറവാണ്, കോംപ്ലിക്കേഷൻസാണ്, നോർമൽ ഡെലിവറി പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ മമ്മി കൃപാസനത്തിൽ നന്ദി പറഞ്ഞോളാമെന്ന് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെ തീരുമാനിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മ നാട്ടിൽ വന്ന് നന്ദി പറഞ്ഞോളാമെന്ന് സമ്മതിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ഡെലിവറി നോർമലായിരുന്നു. അമ്മ അങ്ങനെയാണ് കൃപാസനത്തെ പറ്റി ആദ്യം കേട്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടി ഒത്തിരി അന്വേഷിക്കുമായിരുന്നു. ഈ ഫസ്റ്റ് കൊച്ചുണ്ടായ ശേഷം സിംഗിൾ ഏർണിംഗ് ഫാമിലിയിലായിരുന്നു ഞാൻ. വീട്ടിൽ വൈഫ് മെറ്റർണിറ്റി ബ്രേക്കിലായിരുന്നു. അപ്പോൾ ജോലി ഒത്തിരി ശ്രമിച്ചിട്ടാവുന്നില്ലായിരുന്നു. അവസാനം കൊച്ചുണ്ടായ 6-ാം മാസത്തിൽ ഒരു ജോലി കിട്ടിയത് ഒരു US സ്റ്റാർട്ടപ്സിലാണ്. അപ്പോൾ സ്റ്റാർട്ടപ്സ് സാധാരണ കമ്പനി പോലെയല്ല, അവർ ചോദിക്കുന്ന ശമ്പളം തരും, ഒത്തിരി നമുക്ക് ആനുകൂല്യമുണ്ട്, പക്ഷേ അതിൻ്റേതായ പ്രഷറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ജോലി കയറിയപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് ജോലി ആയിരിക്കും, പക്ഷേ അത് കയറിയപ്പോഴാണ് അറിയുന്നത് രാത്രി 11:30 തൊട്ട് രാവിലെ 8:30 വരെയുള്ള ജോലിയാണ്. അതൊത്തിരി പ്രശ്നങ്ങളിലായിരുന്നു. ആരോഗ്യമായിട്ട് എനിക്കും പ്രശ്നമായി. ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം അവിടുന്ന് അവർ പറ്റത്തില്ലെങ്കിൽ തുടരണ്ട പറഞ്ഞ് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ആ ജോലി ഒരു 3-4 മാസം ശേഷം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നിട്ട് വീണ്ടും 3 മാസം ജോലിയില്ലാതെ വേറെ ജോലി കിട്ടി. അത് കിട്ടിയത് എനിക്ക് ഡൽഹിയിലാണ്. ഞങ്ങൾ ഇത്ര വർഷം ബാംഗ്ലൂരിലായിരുന്നു. ഈ രണ്ടാമത് കിട്ടിയ ജോലി ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ തിരിച്ചു പോയി. അവിടെ ഡൽഹിയിലാണ് ഞാൻ ജനിച്ചു വളർന്ന്. അവിടെ സ്വന്തം വീട്ടിൽ ഞങ്ങൾ പോയി. പക്ഷേ ഈ കമ്പനിയിൽ ജോലി കയറിയപ്പോൾ അവിടെ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജോലിയിൽ പ്രതിസന്ധി സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ആ സമയത്ത് രണ്ടാമത്തെ കൊച്ചിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങളുടെ കൊച്ചിന് 1 വയസ്സായേ ഉള്ളായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കൊച്ചിൻ്റെ സ്കാനിന് നടന്ന ദിവസം ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിന് ഡൗൺ സിൻഡ്രോമിൻ്റെ സാധ്യതകളുണ്ട്. ആ ദിവസം തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ ഈ ജോലി പോകുന്നത്. അപ്പോൾ ഒത്തിരി മാത്രം വിഷമിച്ച് പോയി. പിന്നെ ഈ ജോലി ഇല്ലാത്ത സമയത്ത് എൻ്റെ സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ എല്ലാവരും അകന്ന് പോകുമായിരുന്നു. അപ്പോൾ 2ാം പ്രസവത്തിൽ ഞങ്ങൾ ഡൽഹിയിൽ എനിക്ക് ഫാമിലി സപ്പോർട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ നടക്കും? ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി നന്ദി പറയാം, നമ്മുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ ഡെലിവറി സ്മൂത്തായി നടക്കുവാണെങ്കിൽ നന്ദി പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു. അപ്പോൾ ആരും ഫാമിലി ഇല്ലാത്ത സമയത്ത് ഒരു മിഷണറി കുടുംബം ഞങ്ങളെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ പ്രസവിക്കാൻ പോരെ. അങ്ങനെ പ്രസവിക്കാൻ നേരത്ത് വേറൊരു ഫാമിലി നമുക്ക് സപ്പോർട്ട് തന്നു. ആ ഉണ്ടായ കൊച്ചാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കൊച്ച് മോസസ്. ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറി തന്നെ ഉണ്ടായി. പക്ഷേ എന്നാലും കൊച്ചുണ്ടായ ശേഷം ജോലി ഇല്ലാതെ ഏകദേശം 1 വർഷം ആകാൻ പോകുമായിരുന്നു. അപ്പോൾ ഒത്തിരി വിഷമം ടെൻഷനായിരുന്നു എനിക്ക്. കാരണം ഞങ്ങളുടെ IT ഫീൽഡിൽ 1 വർഷം കഴിഞ്ഞാൽ ഡിമാൻഡില്ല എല്ലാവരും പറയും. പിന്നെ ഈ ജോലി ഇല്ലാതെ ഈ ഭാര്യയും പിള്ളേർ മാത്രം ഇരിക്കുമ്പോൾ എല്ലാവരും ഒരു ഒറ്റപ്പെടുത്തലിൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. വീട്ടിലാരും ഇല്ല. അപ്പോൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈഫിൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു അവരുടെ ഭർത്താവിൻ്റെ ജോലി പ്രശ്നമായിട്ട് അവരുടെ അമ്മ ഉടമ്പടി എടുത്തു. അപ്പോൾ അന്ന് എനിക്കൊരു സ്വഭാവമുണ്ട്, ഇത്തിരി ചിന്തിക്കാറില്ല. അപ്പോൾ എന്താണ് എടുത്ത് ചാടി ചെയ്യും. അപ്പോൾ അത് ഇവിടെ എനിക്ക് ബലപ്രദമായി, ഉടമ്പടി എടുത്താൽ ജോലി കിട്ടും. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഉടമ്പടി പറ്റി വായിച്ചു മനസ്സിലാക്കിയിട്ട് 24 ജൂൺ 2025 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു നിയോഗം ഞാൻ വെച്ചത് എനിക്കൊരു 6 അക്കം ശമ്പളം ജോലിയാണ്. അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് ഇത്ര ഡിമാൻഡിങ് ആകാൻ പാടുണ്ടോ, നമുക്ക് ഇപ്പോൾ ജോലിയല്ല വേണ്ടത്. പക്ഷേ എനിക്കറിയാം എൻ്റെ അമ്മേൻ്റെ സാഹചര്യം. കാരണം ജോലിയില്ലാതെ 1.5 വർഷമോളം സാമ്പത്തികമായ ഒത്തിരി ഞെരുക്കങ്ങളുണ്ടായി, ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ലാതെ. അപ്പോൾ സഹായിച്ച ആൾക്കാർക്ക് ഒന്ന് തിരിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് അത്ര ശമ്പളം വേണ്ടേ ഉള്ളൂ, ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഉടമ്പടി ആദ്യമായി ഞങ്ങൾ തുടങ്ങിയപ്പോൾ ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഒരു ദിവസം പറഞ്ഞു ഒരാൾക്ക് കാനഡയിൽ വിസ പുള്ളിക്ക് കിട്ടാതെ ഒരാഴ്ച ഉള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം കാനഡയിൽ PR കിട്ടാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിൽ ഉപ്പ് തേച്ചു.
അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ലാപ്ടോപ്പാണല്ലോ ജോലി നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ ഞാൻ ലാപ്ടോപ്പിൽ കണ്ടു, ഒരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയിൽ. ഞാൻ എന്നിട്ട് ഈ ധ്യാനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് കൃപാസന ഉപ്പ് ഞാൻ ആ ജോബ് പോസ്റ്ററിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തേച്ചു. അതേപോലെ തന്നെ എനിക്ക് ഇതേ കമ്പനിയിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് HR കോൾ വന്നു, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. ഇതിന് മുമ്പ് ഞാൻ ഈ കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ട് വേറെ ഒരു റെഫറൽ വഴി, പക്ഷേ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഉപ്പ് തേച്ച കാരണം എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ജോലി കിട്ടി. അവരും കൃത്യം ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ നടത്തി ശരിയാക്കി. എനിക്ക് വീട്ടിൽ നിന്ന് മാറണം ഒരു നിയോഗം ഇതുണ്ടായിരുന്നു, സ്വന്തം വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോകണമായിരുന്നു. കാരണം ജോലിയില്ലാതെ ഒത്തിരി നാൾ ആ സ്വന്തം വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വേറെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ടായിരുന്നു ഭാര്യയ്ക്കും പിള്ളേർക്കും എനിക്കും. അപ്പോൾ ജോലി കിട്ടിയ ഉടനെ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഒരു ഭവനത്തിൽ മാറാൻ പറ്റി. അങ്ങനെ ഈ പുതിയ ജോലി നന്നായി പോകുമായിരുന്നു. പക്ഷേ വീണ്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കാരണം ഈ സ്റ്റാർട്ടപ്പുകൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പതുക്കെ അവർ ഒരു ദിവസം 14-15 മണിക്കൂർ ജോലി എടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു. പിന്നെ പതുക്കെ ഞായറാഴ്ച വരെ പണിയെടുക്കുന്ന രീതിയിൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരിതുണ്ടായിരുന്നു, ഞാൻ ഞായറാഴ്ച പണിയെടുക്കുന്നത് സാബത്ത് പോലെ തന്നെ ആചരിക്കണം, എനിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഞായറാഴ്ച പണിയെടുക്കാതിരിക്കുമ്പോഴൊക്കെ അതിൻ്റേതായ കോൺസിക്വൻസ് ഉണ്ടായി എനിക്ക്. അപ്പോൾ പതുക്കെ അവർ പറഞ്ഞു വന്നപ്പോൾ ഇത് പറ്റത്തില്ലെങ്കിൽ നമുക്ക് തുടരേണ്ടെന്ന രീതിയിൽ അവർ ഇൻഡയറക്റ്റ്ലി പറയാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ ജനുവരി മാസത്തിൽ ഒരു ദിവസം ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ്റെ ഒരു വചനം കേട്ടു. എസേക്കിയേൽ അധ്യായം 16 6-8 തൊട്ടുള്ള വാക്യം, ജീവിക്കുക വയലിലെ ചെടികളെ പോലെ ജീവിക്കുക. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി പ്രചോദനം തോന്നി. കാരണം എനിക്ക് ജോലിയില്ലാത്ത വരുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ടില്ലാതെ ഞാൻ ഒത്തിരി ഒറ്റപ്പെട്ട് പോയി. എനിക്ക് ഒത്തിരി വിഷമമാണ്, എനിക്ക് ആരുമില്ല. പക്ഷേ ആ ഒരു വചനം കേട്ട തൊട്ട് എനിക്ക് ഒത്തിരി ഉന്മേഷം കിട്ടി. ഞാൻ ഇനി മാതാവിനോട് പറഞ്ഞു, എനിക്ക് നിത്യതയാണ് പ്രധാനം. കാരണം എനിക്ക് ജോലി വിടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ജോലി ഉടമ്പടി വഴിയാണല്ലോ കിട്ടിയത്. പക്ഷേ അച്ഛൻ്റെ ധ്യാനങ്ങളിൽ കേട്ടപ്പോൾ വിഷയസംബന്ധിയായ വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസം. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ആ ജോലി വിടാൻ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ സന്തോഷത്തോടെ തന്നെ HR റെസിഗ്നേഷൻ കൊടുത്തു. ഞാൻ 4 മാസത്തോളം വീട്ടിലായിരുന്നു. ആ നോമ്പ് കാലഘട്ടത്തിൽ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി. ആ സമയങ്ങളിൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒത്തിരി ദേഷ്യം വന്നായിരുന്നു. ഈ അമ്മമാരുടെ പ്രായമുള്ള സ്ത്രീകളോട് ഒത്തിരി വെറുപ്പ് വന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം അനുഭവങ്ങളിലും അല്ലാത്ത ജീവിതങ്ങളെ കാണുമ്പോൾ ഈ അമ്മമാർ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അങ്ങനത്തെ ഒരു ധാരണ വന്നുപോയി. പക്ഷേ ഈ നോമ്പ് കാലത്ത് ഞാൻ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് വിടുതൽ കിട്ടി. കാരണം നമുക്ക് നിത്യതയാണ് വേണ്ടത്, അപ്പോൾ ഒന്നിനും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ തീരുമാനിച്ച് ആ ഒരു ഏരിയ കുമ്പസാരിച്ചു. പിന്നെ ഈ ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന് ദാനമാണ്. പക്ഷേ ഈ പല പ്രാവശ്യം ജോലി പോയപ്പോൾ പലരുടെ വായെന്ന് കേട്ട് എനിക്കിങ്ങനെ തോന്നി, പിള്ളേർ കാരണം കരിയർ തടസ്സമാണോ. പക്ഷേ ആ ഒരു ചിന്താഗതി തെറ്റാണ്. അത് കുമ്പസാരിച്ച് എനിക്ക് രണ്ടാമതൊരു ജോലിക്ക് ഒരു ഓഫർ വന്നിരുന്നു. അവർക്ക് അത് സീനിയർ പൊസിഷനാണ്. അതിന് 15-18 വർഷമാണ് എക്സ്പീരിയൻസ് വേണ്ടത്. എനിക്ക് അത്ര ഇല്ല. പക്ഷേ ആ ജോലിക്ക് വേണ്ടി അവരെന്നെ വിളിച്ചു. പക്ഷേ അന്ന് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൻ്റെ 5 മിനിറ്റ് മുമ്പ് കൊച്ചിനൊക്കെ ഉറക്കിയിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് കൊച്ച് ഉണർന്നേറ്റു. അപ്പോൾ ഞാൻ വീണ്ടും പഴയ ചിന്തിക്കാതെ ഞാൻ കൊച്ചിന് നെഞ്ചോട് ചേർത്ത് നന്ദി പറഞ്ഞു ഈശോയോട്. ഞാൻ ഇൻ്റർവ്യൂ കയറി, ക്യാമറ ഓൺ ആയിരുന്നു. പക്ഷേ കൊച്ചിൻ്റെ കയ്യിൽ ഉറക്കിക്കൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂ എനിക്ക് ക്ലിയറായി. ഈ പറഞ്ഞ അപ്പോൾ അവിടെ മെറിറ്റ് വെച്ച് നോക്കിയാൽ എനിക്ക് കയറാൻ സാധ്യതയില്ല. കാരണം അവർ നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ 3 പ്രാവശ്യം ജോലി കമ്പനി വിട്ടു. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ്. പക്ഷേ ഞങ്ങൾ മെറിറ്റിലല്ല, മാതാവിൻ്റെ കൃപയെ മാത്രം ആശ്രയിച്ചു, ഉടമ്പടിയിൽ ആശ്രയിച്ച് ഈ ജോലി എനിക്ക് കിട്ടി. അപ്പോൾ ഈ പ്രാവശ്യം ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പത്രമെങ്കിലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പത്രം കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം പള്ളി കണ്ടു. ഒരു സിസ്റ്ററുടെ അടുത്ത് ഒത്തിരി പത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 30 പത്രം എടുത്തു. ആ പത്രം എടുത്തിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരുന്നു. ഞാൻ ഒരു ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ കുറേ പത്രങ്ങൾ കൊടുത്തു. പിന്നെ മയാൻമാറിലെ ബർമീസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്ക് ഇംഗ്ലീഷ് പത്രം കൊടുത്തു. ആ പത്രം കൊടുത്ത അന്ന് ഞാൻ ഒരു സ്വപ്നം കണ്ടു. രാത്രിക്ക് വലിയൊരു കെട്ടിടത്തിൽ ഞാൻ എസ്കലേറ്ററിനെ കയറി പോവുകയാണ്. വലിയൊരു കെട്ടിടത്തിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നന്നായി സംസാരിക്കുന്നു, നല്ലൊരു പൊസിഷനിൽ. എനിക്ക് കിട്ടിയ ജോലി അതുപോലെ തന്നെ വലിയൊരു 20 നില കെട്ടിടത്തിലാണ്, ഒത്തിരി സീനിയർ പൊസിഷനിലാണ്. മെറിറ്റ് ഒന്നുമല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായി ഞാൻ ഈ രണ്ടാമത്തെ ജോലി ഉടമ്പടി വന്ന ശേഷം എനിക്ക് അറിയാൻ പറ്റുന്ന ആരെങ്കിലും കുടുംബത്തിൽ പിള്ളേരുണ്ടായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന, ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ ഒത്തിരി സഹായിക്കാൻ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓപ്പണായി ആകുന്ന ദമ്പതികളെ ആണെങ്കിലും കുടുംബങ്ങളെ സഹായിക്കാൻ
ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് സാമ്പത്തികമായി. തണുപ്പ് കാലത്ത് ഡൽഹിയിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം ഈ കമ്പിളി വിതരണത്തിനൊക്കെ ആൾക്കാർ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവിടെയും ഞാൻ അവരുമായിട്ട് സഹകരിച്ചു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം ഓരോ ദിവസവും ഡെയിലി ബ്രെഡിൽ ഒറ്റൊരു പ്രാർത്ഥന ഉള്ളൂ, എന്നും മരിക്കുന്നവരെ ഉടമ്പടിയിൽ വൃത്തിയായിട്ട് ജീവിക്കുക. നോട്ട് ബൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ്. അമ്മ മാതാവിന് 1000 കോടി നന്ദി. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീരിച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജോൺസൺ ജോസഫ് ഡൽഹി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്നുകൊണ്ടുള്ള അനുഭവ സാക്ഷ്യമായിരുന്നു നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തൻ്റെ ജോലി സംബന്ധമായ പലവിധ കാര്യങ്ങൾ, ജോലിയും ഓരോ സമയം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള നിരവധിയായ ബുദ്ധിമുട്ടുകളാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ കൂടി തനിക്ക് 2ാമത്തെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്ന പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും യാതൊരുവിധ കുഴപ്പം കൂടാതെ കണ്ട 2ാമത് കുഞ്ഞിനെ പരിശുദ്ധ അമ്മയിലൂടെ നൽകി അനുഗ്രഹിച്ചുവെന്ന് സാക്ഷി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിലും ജീവിതത്തിൽ ഒരു ജോലി വളരെ അത്യാവശ്യമാണെന്നുള്ള പ്രതിസന്ധിയിലേക്ക് കടന്നു വരുമ്പോഴും IT ഫീൽഡായതുകൊണ്ട് തന്നെ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേഖലയിൽ പലവിധ ഉയർച്ച താഴ്ചകളാണ് ഉണ്ടാക്കി ചെയ്യുന്നത്. എന്നാൽ തനിക്ക് ജോലി ലഭിക്കുന്നുണ്ട്. എന്നാൽ തുടർന്ന് പോകുമ്പോഴത്തേക്ക് വർക്ക് പ്രഷറിൻ്റെ കാര്യങ്ങൾ മൂലം അത് പലതരത്തിലേക്ക് അത് താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഫാമിലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിലും ഫാമിലിയുടെ ഒരു വലിയ സപ്പോർട്ട് പോലും ഇല്ലാത്ത ഒരു മാനസികമായ വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കുമാണെങ്കിലും പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ ചേർത്ത് നിർത്തി താങ്ങായി കൊണ്ടുപോയെന്ന് പറയുന്നത് ഇവരുടെ നിയമങ്ങളെക്കാൾ ഉപരി മറിച്ച് നിത്യതയാണ് ലക്ഷ്യമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് മുമ്പോട്ട് പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കുകയത്. അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോഴത്തേക്കുമാണെങ്കിലും എപ്രകാരം ഒരു അനുഭവത്തിലൂടെ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാനുണ്ട് കേട്ട ജോൺസൺ ജോസഫിനെ സഹായിക്കുക ചെയ്തത്. താനൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനും അത് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തിലൂടെയൊക്കെ താൻ അതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും അത് അനുഗ്രഹമായിട്ട് മാറുകച്ചു. എന്നാൽ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അതും വലിയൊരു തടസ്സമായിട്ട് മുമ്പോട്ട് പോവുകയൊക്കെയാണ് ചെയ്തത്. പിന്നെയും മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് വചനത്തോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു പരിശുദ്ധ അമ്മയുടെ ഇടപെടലെന്നോണം തനിക്കൊരു സ്വപ്നം കാണാനായിട്ട് വരികയാണ്. ഒരു എസ്കലേറ്ററിലൂടെ ഒരു ഉയർന്ന സ്ഥലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്നത്. അത് തനിക്ക് ലഭിച്ച ഒരു ഇൻ്റർവ്യൂയിലൂടെ തനിക്കത് ഒരു വലിയൊരു ഉന്നതമായൊരു IT ഫീൽഡിലേക്ക് കമ്പനിയിലേക്ക് തനിക്ക് ജോലി ലഭിച്ചുകൊണ്ട് ജോലി നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയാണ് ഈ കുടുംബത്തെ. കാരണം ഓരോ സമയം ഇവ ജോലി സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോഴും മക്കളും കരിയറും തമ്മിലുള്ളൊരു വലിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും മക്കളെ ചേർത്ത് കൊണ്ടുള്ള വലിയൊരു അനുഭവ സാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ ജോൺസൺ ജോസഫ് പങ്കുവയ്ക്കുക ചെയ്യുന്നത്. കാരണം നിത്യ ലക്ഷ്യമാക്കുമ്പോൾ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും എൻ്റെ തന്നെ കുറവുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ളൊരു വലിയൊരു ബോധ്യത്തോടു കൂടിയാണ് സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക. ഇനി ഈ കുടുംബത്തെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.